ഗിദയോനോട് ദൈവം പറയുകയാണ്, നീ നിന്റെ അപ്പന്റെ വീട്ടിലെ ഇളയ കാളയായ 7 വയസ്സുള്ള കാളയെ കൊണ്ടുവന്ന് യാഗം കഴിക്കുക. എന്താ അതിന്റെ പ്രത്യേകത? മിദ്യാന്യര് 7 വർഷമായിട്ട് അവിടെ ആധിപത്യം പുലർത്തുക. നിന്റെ വീട്ടിലെ ഇളയ കാളയ്ക്ക് 7 വയസ്സുണ്ട്. അപ്പം വലിയതിനേക്കാൾ പ്രായമുള്ള കാളകളും ഉണ്ട്. മിദ്യാന്യര് എല്ലാവരെയും മുടിച്ചിട്ടും നിങ്ങൾ തീരെ മുടിഞ്ഞൊന്നും പോയിട്ടില്ല. ശരിയാണ്, കഷ്ടപ്പാടാണ്, അവന്മാർ മോഷ്ടിക്കുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഭൂതന് യാഗം കഴിക്കാൻ നിന്റെ ഈ കോലാടുണ്ടായിരുന്നു. ഇപ്പോ യാഗം കഴിക്കാൻ 7 വയസ്സുള്ള കാളയുണ്ട്. നിനക്ക് 10 ജോലിക്കാരുണ്ട്. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് കർത്താവിന്റെ ദയ. ശത്രുവുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പക്ഷെ നമ്മൾ ജീവനോടെ ഉണ്ട്. ചുറ്റുവട്ടം നമ്മൾ കാണുകയാണ്. വലിയ വീടുകളും ബംഗ്ലാവുകളും ഇട്ട് മനുഷ്യർ ഓടുന്നത്. ധനവാന്മാരായിരുന്നവർ ആഹാരത്തിന് ക്യൂ നിൽക്കുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. സ്തോത്രത്തിൽ തുടങ്ങാം. സ്തോത്രത്തോടെ അവന്റെ പ്രകാരങ്ങളിൽ കടപ്പ്. സ്തോത്രം ചെയ്യാനുണ്ട്. എന്താണ്? നമുക്ക് ജീവനുണ്ട്, നമുക്ക് അവന്റെ നാമമുണ്ട്, അവനെ വിളിച്ചപേക്ഷിക്കാൻ ഒരവസരമുണ്ട്, കൂട്ടായ്മയുണ്ട്, സഭയുണ്ട്, സാന്നിധ്യമുണ്ട്, വാഗ്ദത്തങ്ങളുണ്ട്. സ്തോത്രം ചെയ്യാം, നന്ദി പറയാം, യാഗം കഴിക്കാം.